Hi friends, welcome to my channel Disha Malayali YouTuber. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഒരുപാട് മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നില്ല, വളരെ നാച്ചുറൽ ആയിട്ട് തോന്നും, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും. അത്തരത്തിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി 2 മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോളേജ് ഓഫീസ് മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു നോ മേക്കപ്പ് ലുക്കും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് തന്നെയാണ്. അപ്പം ഇതും അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇത് കുറേ പേര് എൻ്റെ അടുത്ത് കുറച്ച് നാളുകൊണ്ട് ചോദിക്കുന്നു ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെന്ന്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മേക്കപ്പ് ലുക്കും ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല്, പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഔട്ട്ലുക്ക്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വിട്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ്. ഇത് ഞാനൊരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണിത്. അപ്പോൾ ഇത് ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇത് ഞാനൊരു എന്താ പറയുക, ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഡ്രൈ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇത് വാവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ലാണ്. ഇതിപ്പോൾ ഏകദേശം തീരാറായി, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം തീരാറായി. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ മേക്കപ്പിന് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാതെ സ്കിൻ കെയർ പ്രോഡക്ട്സിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു മേക്കപ്പ് പ്രൈമറാണ്. നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് നെക്കിലൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ, അതൊരു നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും ഒരു സൺസ്ക്രീൻ ക്രീം അപ്ലൈ ചെയ്തിരിക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോട്ടസിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്കിലൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ.
അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു BB ക്രീമാണ്. ഇത് ഗാർണിയറിൻ്റെ BB ക്രീമാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു സെറ്റിംഗ് പൗഡറും കൂടെ ഇട്ടാൽ മേക്കപ്പും ഒക്കെയാണ്. പക്ഷെ ഞാൻ ഇതിവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരുപാടൊന്നും എടുക്കില്ല കേട്ടോ, ഒരു ഇച്ചിരി എടുക്കാവൂ, ഇല്ലെങ്കിൽ ഒരുമാതിരി പുട്ടി അടിച്ച പോലെ ഇരിക്കും. അത് കാരണം വളരെ കുറച്ചെടുത്താൽ മതി. ഇത് ഡ്രൈ സ്കിന്നിന് കുറച്ച് നല്ലതാണ്. ഓയിലി സ്കിൻകാർക്ക് ഇത് കുറച്ചുകൂടെ സ്കിൻ ഒരുപാട് ഓയിലി ആക്കും. സോ ഡ്രൈ സ്കിന്ന് നല്ലതാണ്. ഞാനിതൊരു ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ BB ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത്, വളരെ കുറച്ചേ എടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ മുഖത്ത് എന്താ പറയുക, എന്തോ സാധനം വാരി ഇങ്ങനെ പൊത്തിയേക്കെന്നുള്ള തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും തോന്നരുത്, വളരെ കുറച്ചേ എടുക്കാവൂ. നന്നായിട്ട് അത് എന്താ പറയുക, മുഖത്ത് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് മുഖത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മിസ് ക്ലെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്, കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുക്കാം കേട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ഹണി ബീച്ച് അങ്ങനെയാണ്. കോമ്പാക്ട് പൗഡറൊക്കെ കുറച്ചെടുത്താൽ മതി, ഒരുപാട് കാര്യമൊന്നും പൊത്തണ്ട, കുറച്ചേ എടുക്കാവൂ. ഇതുകൂടെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഫേസിൽ എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ തോന്നിക്കും. സ്കിൻ കുറച്ചുകൂടി നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് തോന്നിക്കും. നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, കഴിഞ്ഞു. കോമ്പാക്ട് പൗഡറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ ഇതേമാതിരി എന്താ പറയുക, ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഐബ്രോ ആണ് എടുത്തിരിക്കുന്നത്, ADSൻ്റെ. ചിലർ ബ്രൗൺ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ പക്ഷേ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, നല്ലൊരു ഷേപ്പിൽ ഇത് നോക്കുക, ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ ആദ്യം ഒന്ന് വളച്ച് ഇങ്ങനെ പിടിക്കുക കണ്ട. എന്നിട്ട് നമുക്ക് ഷേപ്പില്ലെന്ന് തോന്നുന്ന ഭാഗത്തേക്ക് മാത്രം ഇതൊന്ന് വരച്ചു കൊടുക്കുക, അത്രയും തന്നെ മതി. എനിക്കിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ പിരിക എനിക്ക് ഉണ്ട്, നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കണ്ടോ, കുറച്ചുകൂടി ഒരു നല്ലൊരു ഷേപ്പ് കിട്ടി കണ്ട. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബലിൻ്റെ സൂപ്പർ ബ്ലാക്ക് കൊളോസൽ കാജലാണ് കണ്ട. ഇതാണ് ഞാൻ അടുത്ത.
ഇനി അടുത്തതായിട്ട് നമുക്കൊരു ലിപ്സ്റ്റിക്ക് കൂടെ കൊടുക്കാം. ഇത് LA18 എന്ന് പറയുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കളർ വന്നിട്ട് റെഡാണ്. ഇതുകൂടെ നമുക്കൊന്ന് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് കുറച്ച് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടാൽ എന്തായാലും അറിയാൻ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് വരെ പൊത്തിയേക്കുവാണെന്ന്. അപ്പോൾ ആദ്യം ഒരു ടിഷ്യൂ എടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ അങ്ങ് പോവും. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ കോമ്പാക്ട് പൗഡറില്ലേ, അത് ഇതിനകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് മുക്കിയിട്ട് നമ്മുടെ ഒന്ന് മാറ്റി കൊടുക്കുക. കണ്ടല്ലേ? അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ മുടിയുടെ അടിയിൽ നിന്ന് കുറേ ഹെയർ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് പിന്നുക. അതുപോലെ ഇവിടുന്നും അടിയിൽ നിന്ന് കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കുക, അതും ഇങ്ങനെ പിന്നിയെടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടും ഇതേമാതിരി പിന്നി എടുത്തിട്ട് രണ്ട് സൈഡ് നമ്മൾ പിന്നി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വലിച്ചിങ്ങനെ നീട്ടിയിട്ട് ഒരു കുറച്ച് എന്താ പറയുക വോളിയം തോന്നിപ്പിക്കുക. കണ്ടല്ലേ? നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിലൂടെ കൊണ്ടുവരിക. ഇങ്ങനെ തന്നെ ഇവിടെ വെച്ചിട്ടൊരു പിൻ ചെയ്യാം. എവിടെ സ്ലൈഡ്. പിന്നെ അടുത്തത് ഇതും തിരിച്ച് ഇതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇവിടേക്ക് വെച്ചിട്ട് ഒരു എവിടെ സ്ലൈഡ് വെച്ച് പിൻ ചെയ്യാം. ആൻഡ് അടുത്തത് ഇതെല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇതേ മാതിരി വെച്ചിട്ട് പിൻ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്തു, മേക്കപ്പ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഔട്ട്ഫിറ്റ് അല്ലേ? അതും കൂടെ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.